ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് പലരും ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പറയുന്നത് ദിയ ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ വേണം, ദിയ ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തതല്ലേ, അപ്പോൾ സംസാരിക്കാനൊക്കെ അറിയാമല്ലോ, അപ്പോൾ ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ നല്ലതല്ലേ. അപ്പോഴാണ് ഞാൻ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ. അപ്പോൾ ഐ വാസ് തിങ്കിങ് വൈ നോട്ട് ഡു ദാറ്റ്. അങ്ങനെ ഇന്ന് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇട്ടായിരുന്നു, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി ചോദിച്ചിരുന്നു. അങ്ങനെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു, ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനതിൽ നിന്ന് 20 പിക്ക് ചെയ്യും, ബെസ്റ്റ് 20 ആ പിക്ക് ചെയ്തിട്ടുള്ള ആളുടെ പേര് പറയുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ തന്നെ ദർ വർ ടു മെനി ഗുഡ് ക്വസ്റ്റ്യൻസ്. സോ ഞാൻ ഒരു 30 എണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇതിനകത്ത് ഒന്നും രണ്ടൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ്, ബിക്കോസ് അത് വേണമെന്ന് തോന്നി, അതുകൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ. സോ യാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എടുത്തത് ദ മൻസൂർ. അതെൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു, അക്ഷയ് മൻസൂർ. അയാൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ ഡു യു ഡീൽ വിത്ത് ഓൾ ദി നെഗറ്റീവ് സ്റ്റഫ്സ് ആൻഡ് ഷിറ്റ്സ് ദാറ്റ് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു, നോട്ട് COVID-19 ബട്ട് പീപ്പിൾ. ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി വാട്ട് ഐ ഡു ഇസ് ഐ ഇഗ്നോർ പീപ്പിൾ ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് ഗോ ഫോർ എ ഫൈറ്റ്, ഐ ഡോണ്ട് ഷോ ഇറ്റ് ടു ദെയർ ഫേസ്. ഞാൻ ലൈക്ക് അവരുടെ അടുത്ത് പോയിട്ട് എനിക്ക് തന്നെ ഇഷ്ടമല്ല, ഇങ്ങനത്തെ സംസാരമൊന്നുമില്ല. ഓൾ ഐ ഡു ഇസ് ഐ ജസ്റ്റ് ട്രൈ ടു ഇഗ്നോർ ദം. അവർ ഈ സ്ഥലത്തേ ഇല്ല, ദേ ആർ ലൈക്ക് ഇൻവിസിബിൾ ടു മീ. ഈ രീതിയിൽ ഞാൻ ബിഹേവ് ചെയ്യാറുള്ളൂ. സോ ദാറ്റ് ഇസ് മൈ ആൻസർ. പിന്നെ വേറൊരു കാര്യം, ഞാൻ എല്ലാവരും എഴുതിയിരിക്കുന്ന അതേ രീതിയിലല്ല എഴുതിയിട്ടുള്ളത്. കാരണം പലർക്കും ഓട്ടോ കറക്റ്റും ഗ്രാമർ മിസ്റ്റേക്കും പലതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിയായിട്ട് തോന്നിയ രീതിയിലാണ് ഞാൻ കറക്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് വൺ ഇസ് മേഘ പത്മകുമാർ. ഇതെൻ്റെ കോളേജിലെ ഫ്രണ്ടാണ് മേഘ. ഷീ ഈസ് വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ട്സ്. അപ്പോൾ അയാൾ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ നഷ്വ എന്ന് പറഞ്ഞൊരു കുട്ടി ചോദിച്ചായിട്ട് ഞാൻ ഇടയിൽ കണ്ടായിരുന്നു. വേറെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി, ഞാൻ കണ്ടില്ല. ഇഫ് യു കുഡ് ഹാവ് എനി സൂപ്പർ പവർ വാട്ട് വുഡ് യു ചൂസ് ആൻഡ് വൈ? എനിക്ക് വേറൊരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റിയാൽ കൊള്ളാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് കൂടുതലും എൻ്റെ അടുത്ത് ആൾക്കാർ കള്ളം പറയുന്നത് ഞാൻ തൂക്കാറുണ്ട്. ഏതെങ്കിലും വഴി ഞാൻ തൂക്കും. ഐ ഡോണ്ട് നോ ഹൗ, ബട്ട് ഐ ജസ്റ്റ് ക്യാച്ച് പീപ്പിൾ ഹു ലൈ ടു മീ. നോട്ട് ദാറ്റ് ഐ ഡോണ്ട് ലൈ, ഐ ലൈ. ബട്ട് ദെൻ എൻ്റെ അടുത്ത് കള്ളം പറയുന്നത് ഞാൻ പെട്ടെന്ന് തൂക്കാറുണ്ട്. സോ വെറുതെ തൂക്കി ഇഷ്യൂ ആവുന്നതിനെക്കാട്ടിയും ഇറ്റ്സ് ഗുഡ് ഇഫ് യു കെൻ റീഡ് സംബഡി എൽസസ് മൈൻഡ്. സോ അതായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്ന സൂപ്പർ പവർ. പിന്നെ അന്ന, എനി അഡ്വൈസ് ഫോർ ദ ടീനേജേഴ്സ് who don't know what's going on their lives, because I am one of them. See, ബേസിക്കലി ഈ ഒരു അഡ്വൈസ് തരാൻ ഞാൻ ആരുമല്ല. കാരണം എൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് പോലും എനിക്ക് അറിയില്ല. ഐ മീൻ ഐ എം നോട്ട് എ ടീനേജർ, ഐ എം 22 years old. ബട്ട് ദെൻ എൻ്റെ ലൈഫിൽ തന്നെ ഇപ്പോൾ നടക്കുന്നതെല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ്. എന്തൊക്കെയോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലും നടക്കാറില്ല. സോ ഐ എം ജസ്റ്റ് ഗോയിങ് വിത്ത് ദ ഫ്ലോ, ചിൽ. പിന്നെ ആതിര അനക, സിംഗിൾ ഓർ കമ്മിറ്റഡ്? Moving on. Rachel Reshma Philip. If God gives you a chance to change 3 things in a girl's life, what would those be? Okay. ബേസിക്കലി ഒരു ഗേളുടെ ലൈഫിൽ എന്ത് മാറ്റണം എന്ന് പറയാനുള്ള ആൾ ഞാനല്ല. ബട്ട് ഞാനൊരു ഗേളാണ്. സോ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും 3 things മാറ്റാൻ പറ്റുമെങ്കിൽ, ഫസ്റ്റ് വുഡ് ബി ഐ ഗെറ്റ് റിഡ് ഓഫ് പീരിയഡ്സ്, ബട്ട് ഐ വോണ്ട് ടു ഹാവ് എ ബേബി. ബട്ട് ദെൻ പീരിയഡ്സ് എന്ന് പറഞ്ഞൊരു സാധനം വേണ്ട, ബിക്കോസ് എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആണ് ആ സാധനം. ഐ ക്രൈ whenever I get periods. പിന്നെ ഗേൾസ് ഈ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ, ഷോർട്ട് ഡ്രസ്സ് ഇട്ടു അതായത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നോ, ദാറ്റ് ഷുഡ് ബി ബാഡ്. ലൈക്ക് ആണുങ്ങൾ ഒരിക്കലും പെണ്ണുങ്ങൾ ആ രീതി നോക്കാൻ പാടില്ല. ദാറ്റ് ഷുഡ് ജസ്റ്റ് ഡിസപ്പിയർ ഫ്രം ദിസ് വേൾഡ്. പിന്നെ വേറെന്താ കാര്യം, ബോയ്സ് ഗേൾസ് തമ്മിലുള്ള ഒരു, അത് ഇപ്പോഴും ഇവിടെ കേരളയിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ഒരു ഡിഫറൻസിയേഷൻ, ലൈക്ക് ബോയ്സ് എപ്പോഴും പൊങ്ങി നിൽക്കണം, ഗേൾസ് താഴെ നിൽക്കണം എന്നുള്ളൊരു കാര്യം. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. സോ ഷുഡ് ബി ഈക്വൽ. ആ കാര്യം ഇപ്പോഴും പലരുടെയും മൈൻഡിനകത്തില്ല. നിങ്ങളുടെ മൈൻഡ് അതില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കേട്ടു. പിന്നെ സുരേഷ് ചന്ദ്രവ്, how exactly did Ahana turn herself into a cake and how did you bring her back to her human form? Edits. മൊത്തം edits. Okay, അടുത്ത lenient Eve. I don't know how to pronounce that. LENIENTEWE, lenient Eve. Okay, അത് ഞാനിവിടെ സ്പെല്ലിംഗ് കാണിക്കുന്നതായിരിക്കും. OC Talkies sounds interesting. It's simple, classy and easy to remember. How did you get this name? സത്യം പറയാമല്ലോ, യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് തന്നെ എൻ്റെ ചേച്ചി തുടങ്ങിയത് കണ്ടിട്ടാണ്. ഷീ വാസ് ഗെറ്റിംഗ് ഓൾ ദ ഹൈപ്പ് ആൻഡ് ഐ വാസ് ഓൾ ലൈക്ക്, what am I doing with my life?
സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. സോ അങ്ങനെ ഇരുന്ന് തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ദിയ കൃഷ്ണ എന്നുള്ളൊരു നോർമൽ നെയിം വേണ്ട. ദിയ കൃഷ്ണ ഇപ്പോൾ എല്ലാവരും തുടങ്ങുന്നവർ, ഇപ്പോൾ ഹന കൃഷ്ണ, എൻ്റെ അച്ഛൻ തുടങ്ങിയിട്ടുണ്ട് കൃഷ്ണകുമാർ. അപ്പോൾ എനിക്കങ്ങനെ ആ ഒരു 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 മാൻഡേറ്ററി തിങ്, ആ ഒരു സംഭവം എനിക്ക് വേണ്ടായിരുന്നു. നമ്മുടെ കറക്റ്റ് നെയിം, ഫുൾ നെയിം കൊടുക്കണം. അപ്പോൾ ഐ വാസ് തിങ്കിങ് മൈ പെറ്റ് നെയിം, ദാറ്റ്സ് നൈസ്, OC. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ OCയുടെ കൂടെ എന്തെങ്കിലും ഇടാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴായിരുന്നു എൻ്റെ ചേച്ചി മണിരത്നം സാറിൻ്റെ വൈഫിൻ്റെ കൂടെ, സുഹാസിനി മണിരത്നം, അപ്പോൾ ആ മാമിൻ്റെ കൂടെ ഒരു ഷോർട്ട് ഫിലിം സംതിങ് ചെയ്തായിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ടോക്ക് ഇങ്ങനെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദെയർ പ്രൊഡക്ഷൻ ഹൗസ് അതിന് പറയുന്നത് മെഡ്രാസ് ടാക്കീസ് എന്നായിരുന്നു. സോ മൈൻഡ് യു, ഇറ്റ്സ് നോട്ട് ടോക്കീസ്, ഇറ്റ്സ് ടാക്കീസ്. സോ അതിങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിക്കുന്നു, മെഡ്രാസ് ടാക്കീസ് കൊള്ളാലോ, OC ടാക്കീസ്, അത് കൊള്ളാലോ എന്നും പറഞ്ഞ് ഞാൻ ആലോചിച്ചിട്ടാണ് ഞാൻ അവസാനം OC ടാക്കീസ് എന്നും കിട്ടത്. സോ അടുത്ത സ്വാതി മാളു, മൈ ഡ്രീം പ്ലേസ്. സത്യം പറയാലോ, ഞാൻ ഇന്നേ വരെ സ്നോ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് ഒന്നായിരുന്നു അണ്ടർ വാട്ടർ സ്ക്യൂബ ഡൈവിങ്. അത് കഴിഞ്ഞു, മോൾദീവ്സിൽ പോയായിരുന്നു. അതെൻ്റെ ചേച്ചിയുടെ വ്ളോഗിൽ നിങ്ങൾ കണ്ടു കാണും. വേറെ ഒന്ന്, എനിക്ക് സ്നോയിൽ കളിക്കണം എന്നായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തുള്ള സ്ഥലം മണാലിയാണ്. അപ്പോൾ ഞാൻ കുറേ കാലം കൊണ്ട് എൻ്റെ വീട്ടുകാരത്ത് വരെ പറയാം, ഹണിമൂൺ എന്നെ ഇന്ത്യയിൽ നിന്ന് പുറത്ത് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ മണാലി വരെയെങ്കിലും ഒന്ന് വിടണം. വീട്ടിലേക്ക് ഞാൻ പോവും, ഞാൻ വല്ല ട്രെയിനോ വല്ല ഫ്ലൈറ്റോ എന്തെങ്കിലും പിടിച്ച് ഞാൻ അങ്ങ് പോവും എന്ന് ഞാൻ പറഞ്ഞു. സോ യാ, ഡ്രീം പ്ലേസ് ആസ് ഓഫ് നൗ ഐ നീഡ് ടു ഗോ ടു സീ സ്നോ ഉള്ള ഏതെങ്കിലും സ്ഥലത്ത് പോകണം, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ആതിര സി ബാലു, is there any common characteristics or habits for Ahadishika sisters? We are all greedy for food. ഫുഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് 4 പേർക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഫുഡുണ്ട്. അത് വീട്ടിൽ ഇത്രയും മെമ്പേഴ്സ് ഉള്ളത് പകുതിയും തികയാറില്ല. സോ നമ്മളിങ്ങനെ എല്ലാവരും എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തും ഇപ്പുറത്തും പ്ലേറ്റ് നോക്കിക്കൊണ്ടിരിക്കും. ഓഹോ, അവർക്ക് എന്നെക്കാട്ടി കൂടുതലുണ്ടോ, ഇവർക്ക് എന്നെക്കാട്ടി വലിയ പീസാണല്ലോ കിട്ടിയിരിക്കുന്നത്. വി ആർ ഓൾ ഗ്രീഡി ഫോർ ഫുഡ്. അപ്പോൾ അതാണ് സിമിലർ ആയിട്ടുള്ളൊരു കാര്യം. വേറൊന്ന്, ആസിഫ്, വാട്ട് ഈസ് ദ മോസ്റ്റ് മെമ്മറബിൾ ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻ ടു യു ഇൻ യുവർ സ്കൂൾ ലൈഫ്? ഞാൻ ക്ലാസ്സിൽ ഇരുന്ന് ബോറടിച്ചു. 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അങ്ങനെ ക്ലാസ്സിൽ ഇരുന്ന് ബോറടിച്ചിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, വിത്ത് ബിഹൈൻഡ് ദ ബൂത്ത്സിലെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബാത്റൂമിലേക്ക് പോയി, അവിടെ എൻ്റെ ഐപോഡും വെച്ച് മാറിയിരിക്കുക. ബാത്റൂമിൻ്റെ ഏരിയയിൽ അവിടെ കുറേ ഇരിക്കാൻ സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ മാറിയിരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കമ്പ്യൂട്ടർ ടീച്ചർ വന്നിട്ട് എന്നെ ക്ലാസ്സിൽ കണ്ടില്ല. സോ ഷീ വെൻ്റ് ആൻഡ് കംപ്ലെയിൻ ടു ദ പ്രിൻസിപ്പൾ. സ്കൂളിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ദിയ കൃഷ്ണ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പേര് വിളിച്ച് ആ കുട്ടി മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ് ഫുൾ സ്കൂളിലെ കേൾക്കത്തക്ക രീതിയിൽ അനൗൺസ് ചെയ്തു. അവസാനം എൻ്റെ ക്ലാസ് ലീഡർ വന്ന് എന്നെ അവിടെ നിന്ന് തൂക്കിയെടുത്ത് എന്നെ കണ്ടുപിടിച്ചു. അവിടെ വന്ന് തൂക്കിയെടുത്ത്. അപ്പോൾ ഞാനാണെങ്കിൽ സ്കൂൾ ഇടാൻ പാടില്ല, ക്യാൻവസ് ഷൂസാണ് ഇടാൻ പാടില്ല. ഞാൻ ക്യാൻവസ് ഷൂസും ഇട്ട് ടൈയും ഇടാതെ അവിടെ പോയി ഇരിക്കുമായിരുന്നു. അങ്ങനെ ആ കുട്ടി അതിൻ്റെ സ്കൂൾ ഷൂസ്, ബ്ലാക്ക് ഷൂസ് ഊരി എനിക്ക് തന്നു, അതിൻ്റെ ടൈ ഊരി എനിക്ക് തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ഫുൾ സ്കൂൾ തന്നെ തപ്പുവാണ്, ഓഫീസ് റൂമിലേക്ക് പൊക്കോ, ഇങ്ങനെ നീറ്റായിട്ട് വേണം പോകാൻ, ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവിടെ പോയി ഞാൻ ചില്ലറ കരച്ചിൽ അഭിനയമൊക്കെ നടത്തി. എന്നിട്ടാണ് അവിടെ തിരിച്ച് ക്ലാസ്സിൽ പോയത്. സോ അതൊരു വളരെ വളരെ മെമ്മറബിൾ മൊമെൻ്റ് ആയിരുന്നു. പിന്നെ മാഡ് മാഗി, ഓക്കെ, മാഡ് മാഗി, അതിൻ്റെ അടുത്ത് ഞാൻ നന്ദന എന്ന് എഴുതി വെച്ചിട്ടു. അപ്പം നന്ദന എന്ന് പറഞ്ഞ ഇതൊരു കുട്ടിയും മാഡ് മാഗി, ഈ 2 പേജ് ഒരേ ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചായിരുന്നു. ഹായ് ദിയ, വാട്ട് വുഡ് ബി എ ഗുഡ് തീം സോങ് ഫോർ യുവർ ലൈഫ്? അങ്ങനെ ചോദിച്ചാൽ ഐ തിങ്ക് ലവ് യു സിന്ദഗി. കേട്ടിട്ടില്ലെങ്കിൽ അത് ഷാറൂഖ് ഖാൻ്റെ ആലിയ ഭട്ടിൻ്റെ പാട്ടാണ്. അങ്ങനെ തൽക്കാലമുള്ള സിന്ദഗി വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല കേട്ടോ, വേറൊന്നും മനസ്സിൽ വന്നില്ല. ഓക്കെ, ബെല്ല സാറ, വാട്ട് ഈസ് യുവർ വൈഫൈ നെയിം? ഗുഡ് ക്വസ്റ്റ്യൻ. ദിയ കൃഷ്ണ. എൻ്റെ വീട്ടിലെ വൈഫൈ നെയിം ദിയ കൃഷ്ണയാണ്. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വെളിയിൽ വന്നോളൂ, വൈഫൈ കണക്ട് ചെയ്യാൻ നോക്കിക്കോളൂ. ഇവിടെ ഒരു വൈഫൈ ഉണ്ട്, പേര് ദിയ കൃഷ്ണ. ഞാൻ കുറച്ച് സ്പെഷ്യലായി പോയി. ഹൗ ഡു യു ഓൾവേസ് റിമെയിൻ സോ കൂൾ ആൻഡ് കെയർ ഫ്രീ? ഗിവ് us some tips. ഇത് ചോദിച്ചേക്കുന്നത് ചൈതന്യ. ഹൗ ഡു യു ഓൾവേസ് റിമെയിൻ സോ കൂൾ? ഹൗ ഡു ഐ റിമെയിൻ കൂൾ? ഐ ഡോണ്ട് നോ. സത്യം പറഞ്ഞാൽ ടിപ്സ് തരാനൊന്നും എനിക്ക് അറിയത്തില്ല. ബട്ട് ദെൻ ട്രൈ ആൻഡ് സ്റ്റേ പോസിറ്റീവ് ആസ് മച്ച് ആസ് പോസിബിൾ, അത്രേ ഉള്ളൂ. ഇപ്പം നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളിപ്പോൾ എന്താ പറയുക, നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ റിയാക്ട്, എന്തോടെ തന്നെ കാണിക്കുന്നതെന്ന് ചോദിക്കും. ബട്ട് ദെൻ ഞാൻ എന്നെ പ്രൊവോക്ക് ചെയ്യുന്നത് വരെ ഐ ബി ലൈക്ക് കാം, ലൈക്ക് ലെറ്റ് ഹിം ഓർ ഹെർ ഡു വാട്ട് എവർ ദേ വാണ്ട്, നൺ ഓഫ് മൈ ബിസിനസ്.
ദേ നോട്ട് ഹാമിങ് മീ. എന്നെ ഹാം ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തൊഴുത് പറയും, ദയവ് ഇത് മാറി തരണം. സോ യാ. അടുത്ത ജാസ്മിൻ, കുക്ക് ചെയ്ത് ഫ്ലോപ്പായ ഫുഡ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ എവിടെയൊക്കെ ഫ്ലോപ്പായി പോയിട്ടുണ്ടെന്ന് എനിക്ക്, പക്ഷേ ഫ്ലോപ്പായി പോയിട്ടുണ്ടോ, പലതും ഫ്ലോപ്പായി പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് എപ്പോഴും ഒരു ചിക്കൻ ഒരു മറ്റേ KFC സ്റ്റൈൽ പോലെ ആക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കോൺഫ്ലെക്സ് ഒക്കെ ഞാൻ വാങ്ങിച്ച് ചിക്കൻ, എനിക്ക് അന്ന് ചിക്കനും സംഭവം കഴുകാനും പിടിക്കാനൊന്നും, ഐ മീൻ കഴുകി വാഷ് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്ന റോ ചിക്കൻ എനിക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഒട്ടും പറ്റില്ല. അപ്പോൾ ഞാൻ അമ്മയെടുത്ത് അതിനകത്ത് വേണ്ട മസാലയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ മിക്സ് ചെയ്ത് തന്നിട്ട് ഞാൻ മിക്സൊക്കെ ചെയ്തിട്ട് ഞാനിങ്ങനെ മറ്റേ കോൺഫ്ലെക്സും മുട്ടയിലും ഒക്കെ മുക്കി ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ എൻ്റെ എന്തോ ഒരു ബാറ്റർ വാസ് ടു ലൈക്ക് വാട്ടറി. അപ്പോൾ എനിക്ക് മുക്കിയിട്ടും ഈ കോൺഫ്ലെക്സും സംഭവങ്ങളൊന്നും അധികം പിടിക്കുന്നില്ലായിരുന്നു. അങ്ങനെ വറുക്കാൻ വേണ്ടി എടുത്തിട്ട് ഇതെല്ലാം അതിൽ നിന്ന് ഇളകിപ്പോയി. അവസാനം വെറും ഒരു സാധാരണ ചിക്കൻ ഫ്രൈ പോലെ ആയി മാറി. ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. സോ ഇറ്റ് വാസ് എ ഫ്ലോപ്പ് ഷോ. അങ്ങനെ ഒത്തിരി പൈസ എന്നെ കാരണം വേസ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് തെറി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഇപ്പോഴും വാങ്ങിക്കാറുണ്ട്, ഇനിയും വാങ്ങിക്കും. സോ അടുത്ത ശ്രുതി ലയ. വിച്ച് ഫിക്ഷണൽ ക്യാരക്ടർ വുഡ് ബി ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ടു മീറ്റ് ഇൻ റിയൽ ലൈഫ്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പലരെയും കാണുന്നുണ്ട്. ബട്ട് ദെൻ ഐ വാസ് ദ മോസ്റ്റ് ഫാസിനേറ്റഡ് ബൈ സ്പൈഡർമാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർമാൻ മറ്റേ ഈ വലയിട്ട് അങ്ങനെ വന്ന് ആ ഗേൾ ഫ്രണ്ടിനെ തൂക്കിയെടുത്ത് ഈ മറ്റേ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മേളിൽ പോയി നിൽക്കുന്ന സീൻ കണ്ട് ഞാൻ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അത് ലണ്ടൻ ബ്രിഡ്ജ് തന്നെയാണോ? ഫൈൻ, ഏതോ ഒരു ബ്രിഡ്ജ്, ലണ്ടൻ ബ്രിഡ്ജ് ആയിരിക്കണം, എനിക്കറിയില്ല. അല്ല, ലണ്ടൻ ബ്രിഡ്ജ് ആയിരിക്കത്തില്ലല്ലോ. ആ സീനിൽ ന്യൂയോർക്കിലല്ല, ലണ്ടൻ, ഐ ഫോർഗോട്ട്, ഏതോ ഒരു ബ്രിഡ്ജ്. അപ്പോൾ അതിൻ്റെ മേളിൽ ഇങ്ങനെ വലയിട്ട് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടു. സോ ദാറ്റ് വാസ് പ്രിറ്റി സ്വീറ്റ്. മൂവിങ് ഓൺ. അടുത്തത് EIWI24. EIWI24. You have the chance to bring one person back from the dead. Who would it be? അങ്ങനെ ചോദിച്ചാൽ എൻ്റെ അച്ഛൻ്റെ അമ്മുമ്മ. നമ്മളങ്ങനെ അധികം വലിയ ക്ലോസ് ഒന്നും ആയിരുന്നില്ല അമ്മുമ്മയായിട്ട്. കാരണം നമ്മളങ്ങനെ അധികം അങ്ങനെ പോകാറൊന്നുമില്ലായിരുന്നു അവിടെ. ഞാൻ എൻ്റെ അമ്മയുടെ കൂടുതൽ ക്ലോസ്. ബട്ട് ദെൻ ലൈക്ക് ഷീ പാസ്ഡ് അവേ 8 years back, I think. Yeah, 8 or 9 years back. അപ്പോൾ ഷീ വാസ് എ വെരി 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 സ്വീറ്റ് പേഴ്സൺ. നമുക്ക് നമ്മുടെ ബർത്ത്ഡേക്ക് നമുക്ക് എപ്പോഴും പൈസ തരും. നമ്മളെപ്പോൾ അവിടെ പോയാലും നമുക്ക് എന്തെങ്കിലും മുട്ടായോ അല്ലെങ്കിൽ ഷീ മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ അവിടെ നമുക്ക് എന്തെങ്കിലും തന്നിട്ടേ വിടത്തുള്ളൂ, എന്തെങ്കിലും ചോക്ലേറ്റ്സ് ഓർ ബിസ്ക്കറ്റ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സോ എനിക്കത്, ഞാൻ കുഞ്ഞായിരുന്നു, അപ്പോൾ എനിക്ക് പലതും ഓർമ്മ, കുഞ്ഞിലേ ഉള്ള ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ്. ഷീ വാസ് എ വെരി സ്വീറ്റ് പേഴ്സൺ. അപ്പോൾ ലൈക്ക് ഐ വുഡ് ട്രൈ ആൻഡ് ബ്രിങ് ഹെർ ബാക്ക്. യാ. നമ്മൾ അമ്മുമ്മയെ വിളിച്ചുകൊണ്ടിരുന്ന പട്ടത്തമ്മൂമ്മ എന്നായിരുന്നു. അമ്മുമ്മയുടെ പേര് രത്നമ്മ എന്നായിരുന്നു. ബട്ട് ദെൻ അമ്മുമ്മ പട്ടത്തായതുകൊണ്ട് കുഞ്ഞിലെ തൊട്ട് അച്ഛൻ നമ്മളോട് പറഞ്ഞ പട്ടത്തുള്ള അമ്മുമ്മ, നമുക്ക് രത്നമ്മ അമ്മുമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞിലെ മനസ്സിലാവുന്നില്ലായിരുന്നു. ഐ ഡോണ്ട് നോ വൈ. അപ്പോൾ പട്ടത്തുള്ള അമ്മുമ്മ, അപ്പോൾ പട്ടത്തെ അമ്മുമ്മയെ കാണാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറ്റാ പട്ടത്തെ അമ്മുമ്മ. കാരണം നമുക്ക് അമ്മയുടെ പേര് വസന്ത എന്നാണ്. അപ്പോൾ നമ്മൾ വസന്തമ്മ എന്നാണ് കുഞ്ഞിലെ വിളിക്കുന്നത്. വി വർ ലൈക്ക് റിയലി ക്ലോസ് ബിക്കോസ് ഷീ യൂസ് ടു കം ടു അവർ ഹൗസ് ഓൾ ദ ടൈം. ലൈക്ക് ഞാൻ ജനിക്കുന്നതിനൊക്കെ മുന്നേ ആയിരുന്നു എൻ്റെ ചേച്ചി, അമ്മ, അച്ഛനൊക്കെ അപ്പൂപ്പൻ്റെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് അങ്ങനെ താമസിച്ചിട്ടില്ല. സോ ഐ വാസ് നോട്ട് ദാറ്റ് ക്ലോസ്. അപ്പോൾ അമ്മൂമ്മേനെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന പട്ടത്തമ്മൂമ്മ എന്നായിരുന്നു. സോ ഞാൻ പട്ടത്തമ്മൂമ്മേനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. അടുത്ത മൂവിങ് ഓൺ. അപ്പോൾ ഈ EY24 തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചായിരുന്നു. വിച്ച് ഐ തിങ്ക് ഐ ഷുഡ് സേ ബിഗ്ഗസ്റ്റ് ഫിയർ. എനിക്ക് ബിഗ്ഗസ്റ്റ് ഫിയർ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് പല്ലി. ഐ എം നോട്ട് ജോക്കിങ്. എനിക്ക് ഐ ഡോണ്ട് നോ, എനിക്ക് പലർക്കും ഒരു ഡിസ്കസ്റ്റിംഗ് ഫീലാണ്. എനിക്ക് ഡിസ്കസ്റ്റിംഗ് പ്ലസ് ഐ ഡോണ്ട് നോ ഇഫ് ഐ എം സപ്പോസ് ടു സേ ദിസ്, ബട്ട് ദെൻ എനിക്ക് പേടിയാണ്. ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ഫോബിയ. അത് ഐ ഡോണ്ട് നോ, എൻ്റെ കയ്യിലോട്ട് അങ്ങനെ വീണ ഐ മൈറ്റ് ജസ്റ്റ് ഡൈ ഓഫ് എൻ ഹാർട്ട് അറ്റാക്ക്. എനിക്ക് പറ്റില്ല. ഐ ഡോണ്ട് നോ, എനിക്ക് പറ്റില്ല. ആ പല്ലി ഇപ്പോൾ ഒരു ബാത്റൂമിലുണ്ടെങ്കിൽ ഐ മൈറ്റ് നോട്ട് ഗോ ടു ദ ബാത്റൂം ഫോർ ദ നെക്സ്റ്റ് 1 month. ഞാൻ മാത്രമല്ല, ഇഷാനി, ഹൻസിക്കയും നമുക്ക് ഒട്ടും പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ പാമ്പുണ്ടെന്ന് പറഞ്ഞാലും മിക്കവാറും നമ്മൾ ആ ബാത്റൂമിൽ പോകും. ബട്ട് ദെൻ പല്ലി ഉണ്ടെന്ന് പറഞ്ഞാൽ വി ജസ്റ്റ് കാൺട്ട്. സെക്കൻഡ് ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത്. ഐ എം വെരി സ്കെയർഡ് ഓഫ് ഡെത്ത്. ഞാൻ പണ്ടൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ 1-2 തവണയൊക്കെ ഉറക്കത്തിൽ ചാടി എണീച്ചിട്ട് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് മരിക്കണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞ അവസാനം അച്ഛനും അമ്മയും എന്നെ താഴെയൊക്കെ കൊണ്ടിരുത്തി
താഴെയാണ് നമ്മുടെ മുറിയുടെ ടി വി ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇട്ട് മിസ്റ്റർ ബീൻ അങ്ങോട്ട് ടി വി നടക്കുമായിരുന്നു. അപ്പോൾ അത് ഇട്ട് കാണിച്ച് തന്ന് അവസാനം കരച്ചിട്ട് നിർത്തി എന്നിട്ടാണ് ഞാൻ പോയി കിടന്നത്. അപ്പോൾ അതിങ്ങനെ ഇപ്പം അന്ന് ഞാൻ കുഞ്ഞായിരുന്നു 9 വയസ്സം കണ്ടുണ്ടെന്ന്. ഇപ്പം ഞാൻ വലുതായി. എനിക്ക് പക്ഷേ ഇപ്പോഴും ആ തോട്ട്സ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞാൻ ഉറക്കത്തുനിന്ന് ചാടി എണീക്കാറുണ്ടത്. അപ്പം തന്നെ ഇപ്പം ഞാൻ കൊച്ചുകുട്ടിയല്ലല്ലോ ഇരുന്ന് കരയാൻ. അതുകൊണ്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിനെ സ്വയം പറഞ്ഞ് കാമാക്കി ഇറ്റ്സ് ഓക്കെ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു യു എന്നും പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങും. തേർഡ് ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ 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 എനിക്ക് പേടിയുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇഫ് ഐ ക്യാൻ ഐ വിൽ ട്രൈ ഇൻ ഷോ അപ്രൂവ് ടു യു. ഈ വീഡിയോക്കകത്ത് തന്നെ ഞാൻ കാണിക്കാൻ നോക്കാം. ഇഞ്ചെക്ഷൻസ് ആൻഡ് ബ്ലഡ്. ഇഞ്ചെക്ഷനും ബ്ലഡും എനിക്ക് കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ മേളിൽ കുത്തുന്നതും എനിക്ക് വേറെ ആളെ കുത്തുന്നതും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. എൻ്റെ അനിയത്തിക്ക് പണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഹൻസിക്ക് ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ അമ്മയുടെ അടുത്ത് കാല് പിടിച്ച് പറയും എന്നെ ദേവി ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത്. പക്ഷേ വേറെ ചോയ്സ് ഇല്ലാത്ത അവസരം എന്നെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. മേ ബി ഈശാനി അമ്മും ബിസി ആയിരുന്നു കാണാം. അപ്പോൾ എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ ആ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന റൂമിനകത്ത് എല്ലാവരും കാണും. പക്ഷെ ഞാൻ ഇറങ്ങി ഓടി അങ്ങ് ദൂരെ അതിനകത്തുള്ള ആരുടെയും സൗണ്ട് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ പോയി മാറി നിൽക്കുമായിരുന്നു. കാരണം എനിക്ക് ഒരാൾ ആ ഇഞ്ചക്ഷൻ കുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു കരയുന്നതോ അല്ലെങ്കിൽ പെയിൻ എടുക്കുന്നതോ ആ ബ്ലഡിൻ്റെ സ്മെല്ലോ ഒന്നും എനിക്ക് പറ്റത്തില്ല. എനിക്കത് കേട്ടാൽ പേടിയാവും. അപ്പോൾ ഇതിൽ പലരും വിചാരിക്കും ഇതിപ്പോൾ എല്ലാവർക്കും പേടിയല്ലേ, എല്ലാവർക്കും അത് ചെറിയ പേടിയൊക്കെ ഉള്ളു, പലർക്കും പേടിയുണ്ട്. പക്ഷേ എൻ്റെ ഞാൻ എക്സാജറേറ്റ് ചെയ്യല്ല, വളരെയധികം പേടിയുണ്ട്. എനിക്ക് പറ്റുവാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോ കാണിക്കുന്നതായിരിക്കും. സോ അടുത്തത് എന്താണ്? ഞാൻ ബൈ ദ വേ ഞാൻ ഇതിനകത്ത് ഇടുന്ന വീഡിയോ ഞാൻ ഈ അടുത്ത ഐ തിങ്ക് 3 months ബാക്ക് മാർച്ചിൽ ഞാൻ എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് പണ്ടെടുത്ത വീഡിയോ ഒന്നുമല്ല. എനിക്ക് 21 വയസ്സ്, ഇപ്പോൾ 22 ആയതേ ഉള്ളൂ. എനിക്ക് 22 വർഷമായിട്ടും ഇപ്പോഴും ഒരേ പേടി തന്നെയാണ്. സോ ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതെങ്ങനെയാ? വേദനെടുക്കാത്തടാ. Okay, next one is Grace0201. Hi, I am Milna. So Milna is her name. If you get a chance to delete something from this world, what would it be? Okay, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഉള്ള ആരോട് ചോദിച്ചാലും they would say കൊറോണ, of course. But then ഞാനിപ്പോൾ കൊറോണ എന്ന് പറയാൻ പോകുന്നത്. But then ഒരു കാര്യമുണ്ട്, it depends on situations. ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ തൽക്കാലം നോക്കുമ്പോൾ കൊറോണയാണ്, പക്ഷെ അല്ലാതെ നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ എൻ്റെ അടുത്ത് കറൻ്റ്ലി ചോദിക്കുവാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് റിഡ് ഓഫ് കൊറോണ സോ ദാറ്റ് എവറിബഡി ക്യാൻ ഹാപ്പിലി ഗോ ഔട്ട് ആൻഡ് ഹാവ് ഫൺ. പിന്നെ should do for you. Okay. Hi Dia, considering the fact that your house is packed with people, do you miss out on having your space? Yes, I do. കാരണം ഇവിടെ എനിക്കിപ്പോൾ ഞാൻ അധികം കരയാറില്ല. അപ്പം ഞാൻ കരഞ്ഞാൽ ഞാൻ ഈ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോർണർ തപ്പണം പോയിരുന്നൊന്ന് കരയാൻ. കാരണം നമുക്ക് സ്വന്തമായിട്ട് റൂമില്ല. ഇവിടെ 5 റൂമുണ്ട്. അപ്പം നമ്മളെല്ലാം ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അതുപോലും പറ്റില്ല, മനസ്സിലായില്ല. അപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് കരഞ്ഞാൽ അടുത്ത കളിയാക്കൽ കേൾക്കേണ്ട വരും. സോ ചില സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി വല്ല കടപ്പുറത്തോ അല്ല ബീച്ചിലോ എവിടെയെങ്കിലും ഒക്കെ പോയി ഒന്ന് മാറിയിരുന്ന് ഒന്ന് കരഞ്ഞാൽ കൊള്ളാൻ തോന്നാറുണ്ട്. ഇങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ഒറ്റയ്ക്കിരുന്നാൽ കൊള്ളാൻ തോന്നാറുണ്ട്. അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. യെസ്, കാരണം എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എവ്രിബഡി വാണ്ട്സ് ഇറ്റ്. ഒരു അലോൺ ടൈം, എവ്രിബഡി നീഡ്സ് ഇറ്റ്. ഐ ലൈക്ക് ടു ബി സറൗണ്ടഡ് വിത്ത് പീപ്പിൾ, ദ മോർ ദ മെറിയർ ആണ് എനിക്ക്. ബട്ട് ദെൻ ചില സമയത്ത് ഐ വോണ്ട് ടു ബി അലോൺ. സോ ആ സമയത്ത് യെസ് ഐ ഡു പ്രിഫർ സം സ്പേസ്. പക്ഷെ അല്ലാതെ ഐ പ്രിഫർ ബീങ് വിത്ത് ഓൾ ഓഫ് ദം. എനിക്കിങ്ങനെ ഹൻസിക, ഇഷാനി, ഹൻസികനാണ് ഞാൻ എപ്പോഴും തപ്പിക്കൊണ്ട് നടക്കുന്നത്. ഹൻസികൻ എനിക്ക് എല്ലാ ദിവസവും കണ്ടേ പറ്റത്തുള്ളൂ, പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ആയതിനു ശേഷം. പിന്നെ അടുത്ത ഷേ റൂ. ഇറ്റ് ഇസ് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഷീറു ഓർ ഷേറു, SHE hyphen RU.
If you were to be arrested without any explanations, what would your parents or friends assume that you did? Assume you did. I might have stolen some food from some place. വിശപ്പ് സഹിക്കാൻ പറ്റാത്ത കൈ പൈസ ഇല്ല, ഞാൻ അവിടെ നിന്നെങ്കിലും വല്ല ഫുഡ് മോഷ്ടിച്ച് കാണും. അതായിരിക്കും മിക്കവാറും ഐ എം മോസ്റ്റ് ലൈക്ലി ടു ബി അറസ്റ്റഡ് ഫോർ ദാറ്റ്. വേറെ ഞാൻ ഒന്നും ചെയ്യില്ല, ഞാനൊരു പാവമാണ്. ഓക്കെ, അടുത്ത മൂവിങ് ഓൺ. ഏഞ്ചൽ ജോർജ്, യുവർ ബെസ്റ്റ് എവർ മെമ്മറബിൾ മൊമെൻറ്റ് ഇൻ മോൾഡീവ്സ്. മോൾഡീവ്സിൽ മാത്രമല്ല, എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ മൊമെൻ്റ് ആയിരുന്നു മോൾഡീവ്സ് ഉണ്ടായത്. അണ്ടർ വാട്ടർ സ്ക്യൂബ. ദാറ്റ് വാസ് ലൈക്ക്, എന്താ പറയുക, എനിക്ക് അതിൻ്റെ അടിയിൽ ഞാൻ നിന്നത് ഐ തിങ്ക് ഒരു 20 minutes അങ്ങാണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ നമ്മളിങ്ങനെ ദിസ് ഇസ് ഫോർ ഗോയിങ് അപ്പ് ആൻഡ് ദിസ് ഇസ് ഫോർ ഗോയിങ് ഡൗൺ. അപ്പോൾ ഞാൻ അതിന് അടി നിന്നപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്ന ട്രെയിനറിൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ കുറേ നേരമായി. അപ്പോൾ ഞാനിപ്പോൾ ഐ തിങ്ക് നമ്മൾ 36 feet നമ്മൾ താഴെ നിൽക്കുക, 36 or 39 feet വെള്ളത്തിനടിയിൽ നിൽക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നിട്ടും അപ്പോൾ എനിക്കിങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുക, ആ ഇൻസ്ട്രക്ടർ കാണിക്കുക 36 feet ഇങ്ങനെ അടിയിലാണെന്ന് കാണിച്ചു. അപ്പം ഞാൻ വീണ്ടും കാരണം എൻ്റെ അടിയിലോട്ട് നോക്കുമ്പോൾ അവിടെ കുറേ ഡൈവേഴ്സ് ഉണ്ട്, വെള്ളത്തിനടിയിൽ കുറേ പേരുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ അടിയിൽ പോകണം. അപ്പോൾ ഈശാനിക്ക് എന്തോ വന്നിട്ട് വോമിറ്റിംഗ് ടെമ്പറേച്ചറൊക്കെ അവൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മേലോട്ട് കയറി പോയി. അപ്പോൾ അവൾ പോകുന്ന കണ്ടപ്പോൾ ഇൻസ്ട്രക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് ഈശാനി മേലോട്ട് പോയി എന്ന് കാണിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് അടുത്തൊരു 1 മണിക്കൂറും കൂടെ ആ വെള്ളത്തിനകത്ത് നിന്നാൽ മതിയായിരുന്നു. ഇറ്റ് വാസ് മാജിക്കൽ. ഐ എം നോട്ട് എക്സാജുറേറ്റിംഗ്, ഇറ്റ് വാസ് മാജിക്കൽ. നിങ്ങളെല്ലാവരും ലൈഫിൽ പറ്റുമെങ്കിൽ ഉള്ള പൈസ കളക്ട് ചെയ്ത് അണ്ടർ വാട്ടർ സ്ക്യൂബ ഡൈവിങ്ങിന് നല്ല സ്ഥലത്ത് പോകണം. ലോക്കൽ സ്ഥലത്തല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നല്ല ഈ കടൽ സ്ഥലത്ത് പോകണം. ഇറ്റ് വാസ് ജസ്റ്റ് മെസ്മറൈസിങ്. ഓക്കെ, അടുത്ത ട്വൈലൈറ്റ് ബീസ്റ്റ്. വാട്ട് ഈസ് യുവർ ആൻസർ ടു ദ പീപ്പിൾ ഹൂസ് ആസ്കിങ് അബൌട്ട് യുവർ പേഴ്സണൽ ലൈഫ് ഇൻ അമ്മു ചേച്ചീസ് യൂട്യൂബ് ചാനൽ? പോയി സ്വന്തം പണി നോക്ക് ചേട്ടാ, അല്ലെങ്കിൽ ചേച്ചി, വെറുതെ എന്തിനാ സമയം കളയുന്നത്? കാരണം എൻ്റെ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിലാണെങ്കിൽ ഇറ്റ്സ് കോമൺ സെൻസ്, ചേച്ചിക്ക് അതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? അപ്പോൾ വെറുതെ നിങ്ങൾ വന്ന് കുറേ പാസേജ് ഒക്കെ ഇട്ട് എന്നെ കുറ്റം, എൻ്റെ കൂടെ നിൽക്കുന്നവരെ കുറ്റം, വീട്ടിലെ കുറ്റം, എന്തിനാ വെറുതെ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ വീട്ടുകാരുടെ ജീവിതത്തിലോ ഒരുപാട് പ്രശ്നം കാണത്തില്ലേ? ആദ്യം അതെല്ലാം പോയി തിരുത്ത്, എന്നിട്ട് എൻ്റെ ജീവിതത്തിലെ പ്രശ്നം സോൾവ് ചെയ്യാൻ വരൂ. ഓക്കെ, അടുത്തത്. നോ ഒഫെൻസ്, ഓക്കെ, ആരും വലുതായിട്ട് ഹേർട്ട് ഒന്നാവുണ്ട്. ചിലപ്പോൾ എൻ്റെ ഹേറ്റേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നോ ഒഫെൻസ്. അടുത്ത മൈ ആർട്ട് ഗെയിംസ്. ഹായ്, ഐ എം ഹാന. ഹായ് ഹാന. ഇഫ് യു കുഡ് ഫ്ലൈ വേർ വുഡ് യു ഗോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ന്യൂയോർക്കിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പറക്കാൻ പറ്റും. ഞാൻ ഗ്യാപ്പിട്ട് പറന്ന് അവിടെ റെസ്റ്റ് എടുത്ത് ഞാൻ ന്യൂയോർക്ക് സിറ്റി ഒന്ന് പോയി കണ്ടിട്ട് വരും. ഇപ്പോഴല്ല, കൊറോണയൊക്കെ മാറിയിട്ട്. അടുത്ത അനഘ രാജ്. ഹൗ വുഡ് യു ബി എ മദർ, സ്ട്രിക്റ്റ് ഓർ കൂൾ? ഐ കാൺട്ട് ഇമാജിൻ മീ ബീയിങ് എ സ്ട്രിക്റ്റ് മോം. ഐ വിൽ ബി കൂൾ ആസ് ഫക്ക്, ലൈക്ക് സീരിയസ്ലി കൂളായിരിക്കും ഞാൻ. കാരണം എനിക്ക് അറിയാവുന്നിടത്തോളം കുട്ടികളുടെ അടുത്ത് നമ്മൾ ഓവർ സ്ട്രിക്റ്റ് ആവും തോറും അവർക്ക് ഒരുമാതിരി ഇത്ര ഫ്രീഡം കിട്ടുമ്പോൾ എല്ലാം അങ്ങ് ഓവറാക്കി കളയും, മനസ്സിലായല്ലേ? അപ്പം നമ്മൾ അതിനെക്കാട്ടി അവരോട് കൂളായിട്ട് അവരുടെ ഫ്രണ്ടായിട്ട് ഇരിക്കുവാണെങ്കിൽ അവരുടെ പല പ്രശ്നങ്ങളും അവർ നമ്മളായിട്ട് ഷെയർ ചെയ്യും, വിച്ച് ക്യാൻ ആക്ച്വലി ഹെൽപ്പ് ദെം ഫ്രം ഫോളിങ് ഇൻ ടു ട്രാപ്സ്. അപ്പം നമ്മളോട് അവരെല്ലാം കാര്യങ്ങളും ഇപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് എല്ലാം എന്ത് കൂളായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ കൂളായിട്ട് കുട്ടികൾക്ക് നമ്മളോട് പറയാൻ പറ്റണം, മനസ്സിലായില്ല? കാരണം നമ്മൾ അവരുടെ ഏജ് കഴിഞ്ഞാൽ വന്നത്. സോ വി ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഐ ഡെഫിനറ്റ്ലി ബി എ കൂൾ മോം. പക്ഷേ സ്ട്രിക്റ്റ് ആവേണ്ട സ്ഥലം വന്നു കഴിഞ്ഞാൽ ഞാൻ സ്ട്രിക്റ്റ് ആവും. കാരണം ഞാൻ ഇവിടെ ഷോർട്ട് ടെമ്പേർഡ് ആണ്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷേ ദേഷ്യം വന്നാൽ ഒരു 5 മിനിറ്റൊക്കെ നിൽക്കത്തുള്ളൂ, അതിനുള്ളിൽ പോവും. പക്ഷേ എന്നെ വല്ലാതെ പ്രൊവോക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് അങ്ങനെ ദേഷ്യം വരാറുള്ളൂ. ഓക്കെ, പിന്നെ മൂവിങ് ഓൺ. ട്വിൻ മോങ്ക്. ഇഫ് യു ആർ അബൌട്ട് ടു ഡൈ ടുമോറോ, വാട്ട് വിൽ ബി ദ 3 things ദാറ്റ് യു വുഡ് വാണ്ട് ടു ഡു ടുഡേ? അങ്ങനെ വല്ല 3 things ഒന്നുമില്ല, ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും കൊറോണ ആണ്, എനിക്ക് എൻ്റെ കൂട്ടുകാരും കാണാൻ പറ്റാതെ കുറച്ച് വട്ടായിട്ടിരിക്കുവാണ്. സോ ഞാൻ കൂട്ടുകാരെല്ലാവരെയും വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. കാരണം ഇനിയിപ്പോൾ
എന്താ പറയുക, ഞാൻ പക്ഷേ എല്ലായിടത്തും ഭയങ്കര സേഫായിട്ട് തന്നെ വരാൻ പറയും കേട്ടോ. എല്ലാവരും മാസ്ക് ഇടണം, സാനിറ്റൈസർ ഇടണം. സിറ്റ് ഔട്ടിൽ തന്നെ ഇരുന്നാലും കുഴപ്പമില്ല, വീട്ടിനകത്ത് കയറണ്ട, സിറ്റ് ഔട്ടിൽ തന്നെ ഇരുന്നാൽ മതി എല്ലാവരും. എൻ്റെ ഒരു സന്തോഷത്തിന് വീട്ടുകാർ വീട്ടിനകത്ത് ഇരിക്കട്ടെ. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് പാട്ടും പാടി ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് എനിക്ക് അതിനുശേഷം ഞാൻ മരിക്കുമല്ലോ, അപ്പോൾ എനിക്ക് ആ ചിരിച്ച് കളിച്ച് ഞാൻ ഉറങ്ങിപ്പോട്ടെ എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിനകത്തുള്ളത്. അതിനുശേഷം മരിച്ചു പോയാൽ ചിരിച്ച മോന്തയോടെ ചാവാം. സോ യാ. ആലിയ Samad. 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 This is Alia Samad. I don't know how you pronounce that. Samad, whatever. Okay. If you get a chance to go back to one of your classes, either college or school, which class would it be? ആലിയ, അത് മിക്കവാറും 11th സ്റ്റാൻഡേർഡ് ആയിരിക്കും. പലരും വിചാരിക്കും കോളേജ് ആയിരിക്കും, പക്ഷേ കോളേജല്ല, 11th സ്റ്റാൻഡേർഡ്. കാരണം 11th സ്റ്റാൻഡേർഡിൽ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളും എൻ്റെ ലൈഫും ഭയങ്കര സ്മൂത്തായിരുന്നു. എനിക്ക് സ്കൂളിൽ പോകാൻ മുട്ടിക്കിടക്കുമായിരുന്നു ഡെയിലി. അയ്യോ എനിക്ക് പോകണം, ഫ്രണ്ട്സിനെ കാണണം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഗൗരി ജാനകി. ഇപ്പോഴും നമ്മൾ കോൺടാക്ട്, നമ്മൾ ഭയങ്കര സംസാരമൊക്കെയാണ്. അപ്പോൾ ആ കുട്ടി ഞാനും വലിയ സംസാരത്തിൻ്റെ ആവശ്യം, നേരിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര കോമഡിയാണ്. സോ ഷീ വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ സ്കൂൾ. അപ്പോൾ എനിക്ക് എന്നും അയാളെ പോയി കാണണം എന്നായിരുന്നു. അയാൾ സർവോദയിൽ നിന്ന് വന്ന് ഹോളി ഏഞ്ചൽസിൽ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ഹോളി ഏഞ്ചൽസിൽ അയാൾ വന്നപ്പോൾ അയാൾ ഇങ്ങനെ എന്നെ കണ്ടത് ഏതോ ഒരു സെലിബ്രിറ്റിയുടെ മോള് ജാടയായിരിക്കും, ആ ഒരു രീതിയിലാണ് അയാൾ എന്നെ കണ്ടത്. അപ്പോൾ അയാൾ ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ അയാളെ കണ്ടത് അയ്യോ ഏതോ ഒരു പഴം കൊച്ച് മിണ്ടാതെ ബാക്കി പോയിരിക്കുന്നു, ഇങ്ങനെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ വല്ലാതെ ടോക്കറ്റീവായിട്ട് അവസാനം എന്നെ ഫ്രണ്ട് ബെഞ്ചിൽ പിടിച്ചിരുത്തി. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് വേറെ ആരെ പിടിച്ചിരുത്തിയാലും ഞാൻ സംസാരം അറിയുന്ന പറയാം. അപ്പോൾ ഈ കുട്ടി അങ്ങനെ വലിയ മിണ്ടത്തില്ല, സൈലൻ്റ് ആയിട്ടിരിക്കുന്ന കുട്ടിയെ അപ്പോൾ എൻ്റെ അടുത്ത് പിടിച്ചെങ്കിരുത്തി. പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും വന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഈ ഗൗരിയും തീയം പിടിച്ച് ഒരുമിച്ചിരുത്തിയതാണ്. ഷീ വാസ് ലൈക്ക് എൻ്റെ സെയിം വൈബ്. നമ്മൾ രണ്ടുപേരും അവിടെ നിന്ന് ചിരിച്ച് പിന്നെ അവസാനം എല്ലാ ക്ലാസ്സിലും ഞാനും ഇയാളും പുറത്തായിരുന്നു. സോ ഐ വുഡ് ലൈക്ക് ടു ഗോ ബാക്ക് ടു മൈ 11th സ്റ്റാൻഡേർഡ്. മൂവിങ് ഓൺ. അടുത്ത ചോദിച്ചേക്കുന്ന ആൾ ഡ്രാഗൺ റൈഡർ. ഡു യു ബിലീവ് ഇൻ ഗോസ്റ്റ് ആൻഡ് സൂപ്പർ നാച്ചുറൽ തിങ്സ്? ഡു യു ഹാവ് എനി ഗോസ്റ്റ് സ്റ്റോറീസ് ടു ഷെയർ വിത്ത്? യെസ്, ഐ ഡു ബിലീവ് ഇൻ ഗോസ്റ്റ്. എനിക്ക് ദൈവത്തിലും വിശ്വാസമുണ്ട്, പ്രേതത്തിലും വിശ്വാസമുണ്ട്, സൂപ്പർ നാച്ചുറൽ തിങ്സിലും വിശ്വാസമുണ്ട്. കാരണം ഞാൻ പല വീഡിയോസ് ഈ പാരനോർമൽ ആക്ടിവിറ്റിയെ കാണുമ്പോൾ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. മേ ബി ഇറ്റ് ക്യാൻ ബി എഡിറ്റ്സ്, ബട്ട് ദെൻ ഐ ലൈക്ക് ടു ബിലീവ് ഇൻ ഗോസ്റ്റ്. ഐ ഡോണ്ട് നോ വൈ. എനിക്ക് കാണണമെന്നും ആഗ്രഹമുണ്ട്. നോട്ട് എലോൺ, മൈൻഡ് യു. എനിക്ക് നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ എന്തെങ്കിലും റിയൽ സ്റ്റോറി അറിയാമെന്നൊക്കെ ചോദിച്ചാൽ അത് റിയൽ ആണെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ഷെയർ ചെയ്ത് സമയം കളയുന്നില്ല. 1-2 ഫ്രണ്ട്സൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്, കേട്ടുകൊണ്ടിരിക്കാൻ കൊള്ളായിരുന്നു, പക്ഷെ ഞാൻ വെറുതെ ഷെയർ ചെയ്ത് ചളവാക്കുന്നില്ല. സോ നെക്സ്റ്റ് ഇസ് കീർത്തന. ഇഫ് യു കുഡ് ബി എ ഫിക്ഷണൽ ഹീറോ/ഹീറോയിൻ, വാട്ട് വുഡ് യു പ്രിഫർ ടു ബി? വണ്ടർ വുമൺ. ഒരുവിധം എല്ലാ പെമ്പിളാർക്കും വണ്ടർ വുമണെ കണ്ടു കഴിഞ്ഞാൽ അവളാവാനേ തോന്നത്തുള്ളൂ. ബിക്കോസ് ഷീസ് ലൈക്ക് perfect body and her looks and everything, and the power she has, like അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നൊന്നും വേണ്ട. അടുത്ത അലങ്ക് സാബു. ഐ ഡോണ്ട് നോ, ഞാൻ എഴുതിയ തെറ്റിയാണെന്ന് എനിക്കറിയാം. അലങ്ക് സാബു. ദിസ് ഇസ് ഇറ്റ്. ഹാവ് യു എവർ farted and pointed at your sisters? Who hasn't? Moving on. Next is Henna. You have a huge bunch of friends. So what is your major criteria before choosing friends? Yes, I have a huge circle of friends. 30-35 പേരുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. I don't know. ക്രൈറ്റീരിയ ഒന്നുമില്ല. വൈബ്സ്, ദ വൈബ്സ് ദാറ്റ് ദേ ഗിവ്. പലർക്കും ഡിഫറെൻറ്റ് വൈബ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഐ തിങ്ക് എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ് ഫോട്ടോസ് എല്ലാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കണ്ടിട്ടുണ്ടായിരിക്കണം. നമ്മളൊരു 30 പേരെങ്കിലും കാണും. അപ്പം നമ്മളെല്ലാവരും എവിടെ പോയി ഇരുന്നാലും ഒരേ വൈബാണ്. അതിനൊന്നുമില്ല പറയാൻ. ഫുൾ ചിൽ മോഡാണ്. മനസ്സിലായില്ല, അങ്ങനത്തെ കൈൻഡ് ഒരു വൈബാണ് നമ്മൾ മൊത്തത്തിൽ. ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും എനിക്ക് അങ്ങനെയുള്ളവരുമായിട്ട് ചില്ലായി പോകാൻ പറ്റും. അല്ലാതെ ഈ ഫുൾ ടൈം ഈ ഇംഗ്ലീഷിൽ സംസാരിച്ച് ഈ ഓരോ കാര്യങ്ങളും മറ്റേ അതിനെ പറ്റി ഡിസ്കസ്, ബിസിനസ്സിനെ പറ്റി ഡിസ്കസ്, ജോബിനെ പറ്റി ഡിസ്കസ്, എനിക്കത് പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഗ്യാങ്ങിനകത്ത് എനിക്കാവാൻ പറ്റില്ല ബേസിക്കലി. കാരണം ഞാൻ ഇംഗ്ലീഷൊക്കെ നമുക്ക് ആവശ്യത്തിന് സംസാരിക്കാൻ എന്നല്ലാതെ എനിക്ക് അറിയാമെന്നുള്ള 1-2 പേരുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. വെച്ചാൽ ഈ നേരിട്ട് കാണുമ്പോൾ മലയാളം നല്ലോണം അറിയായിരിക്കും. ബട്ട് ദെൻ ഇംഗ്ലീഷ് മലയാളം കൂടെ ചേർത്തുള്ളൊരു സംസാരമുണ്ട്. പഴംപൊരിക്ക് പറംപൊറി വേണോ എന്നൊക്കെ ചോദിക്കുന്ന സംസാരമുണ്ട്.
ഒന്നുമില്ല, കാല് മടക്കി അടിക്കാൻ തോന്നും. പിന്നെ ഞാനങ്ങ് വേണ്ട, ഇങ്ങനെ പറഞ്ഞങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇമ്മാതിരി സംസാരമുള്ള ഗ്യാങ്ങിനകത്ത് നിൽക്കാൻ പറ്റില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ റോങ് ഗ്യാങ്ങിൽ ചെന്ന് പെട്ടിട്ടുണ്ട്, 12-13 ഇയേഴ്സ് ഒക്കെ ഉള്ള സമയത്ത്. പിന്നെ ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ഇങ്ങനെ എനിക്ക് വെച്ചാൽ എൻ്റെ വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ചില്ലായിരിക്കണം. എനിക്ക് നല്ല മലയാളം കോമഡിയൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ചിരിക്കാൻ പറ്റണം. എൻ്റെ ഒരു സക്കാസം മനസ്സിലാവുന്ന പോലത്തെ ആളായിരിക്കണം ഓപ്പോസിറ്റ് ഇരിക്കുന്നത്. സോ യാ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്രൈറ്റീരിയ. പിന്നെ അടുത്തത് തേജ രാജേഷ്, അതൊരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡു യു മെയിൻറ്റെയിൻ സച്ച് എ ഹ്യൂജ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആൻഡ് ഹൗ മെനി ഹാവ് യു മിസ്ഡ് ഡ്യൂറിങ് ദിസ് ലോക്ക്ഡൗൺ? ഹൗ മെനി അത് തന്നെയാണല്ലോ, അല്ല, ഹൗ മച്ച് ഹാവ് യു മിസ്ഡ് ലോക്ക്ഡൗൺ സമയത്ത്? അങ്ങനെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഹ്യൂജ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണോ ഞാനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ 1-2 എൻ്റെ ഫ്രണ്ട്സിൻ്റെ മെസ്സേജ് കാണിച്ചു തരാം. എനിക്ക് ഓൾമോസ്റ്റ്, ഞാൻ ഫ്രണ്ടിൻ്റെ പേര് പറയുന്നില്ല, 2 പേരുണ്ട്. എനിക്ക് ഡെയിലി മെസ്സേജ് അയക്കും. എന്താണ് ചെയ്യുക, നമ്മളൊന്നും മൈൻഡ് ഇല്ല, നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ലൈക്ക് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് പോലും അവർ പോലും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. നമ്മളെയൊന്നും വിളിക്കല്ല കേട്ടോ, നമുക്കൊന്നും മെസ്സേജ് അയക്കില്ല കേട്ടോ. ഇത് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഐ ജസ്റ്റ് ഹേറ്റ് ടെക്സ്റ്റിംഗ്. അപ്പോൾ ഐ എം വെരി ബാഡ് അറ്റ് കീപ്പിംഗ് ഇൻ ടച്ച് വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ എനിക്കെന്തോ എൻ്റെ ഭാഗ്യമാണെന്ന് അറിഞ്ഞൂടാ, മോസ്റ്റ് ഓഫ് ദെം ട്രൈസ് ടു കീപ്പ് ഇൻ ടച്ച് വിത്ത് മീ ഇങ്ങോട്ട്, വിച്ച് ഇസ് ആക്ച്വലി വെരി ഗുഡ്, യുനോ. കാരണം ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിലും ദേ സ്റ്റിൽ റിമെമ്പർ മീ ആൻഡ് ദേ മെസ്സേജ് മീ, ആ കാര്യം, ഈ കാര്യം, മറ്റത് മറിച്ചത്. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഫ്രണ്ട്സിനും എനിക്ക് താങ്ക് യു. സോ ഐ ഹാവ് ടു താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. കാരണം ഞാൻ എത്ര അങ്ങോട്ട് വന്നില്ലെങ്കിലും ഇങ്ങോട്ട് വരുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അതിൽ 1-2 പേരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യാം. ഒന്ന് ശ്രുതി സാലിക്സ്. ഷീ വാസ് മൈ ഫ്രണ്ട് ഇൻ സ്കൂൾ. ഇപ്പോഴും ഫ്രണ്ടാണ്. നമ്മൾ എൻ്റെ സെയിം കോളേജിലാണ് പഠിച്ചത്. 8th സ്റ്റാൻഡേർഡിലോട്ട് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നുണ്ട്. 8th or 7th ഇഫ് ഐ എം നോട്ട് റോങ്. ശ്രുതി സാലിക്സ്. വേറെ ആര്യ എസ് നായർ. അയാൾ എനിക്ക് LKG തൊട്ടേ അറിയാം. നമ്മളെല്ലാ ഡാൻസും ഒരുമിച്ചായിരുന്നു. പിന്നെ ഉള്ളത് വാസുദേവ് സുജിത്ത്. അതെൻ്റെ പല ഫോട്ടോ എടുക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. സോ യാ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. I hope you all liked this session. I loved doing it. അപ്പോൾ ഞാൻ ഇതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ പ്ലാൻ ചെയ്യാം, സോ ദാറ്റ് ഐ ക്യാൻ കം ആൻഡ് talk to you all through my YouTube channel. So yeah, I hope you all liked my video. If you like my video, please like, share and also subscribe ചെയ്തിട്ട് സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് അപ്പം കിട്ടും. You will get updated. So yeah, bye.